ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം, വങ്കാള നമസ്കാരം എല്ലാവർക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കൃഷ്ണൻ്റെ മുമ്പിൽ മന്തി വെച്ച്, ചിക്കൻ മന്തി വെച്ചെന്നും പറഞ്ഞുകൊണ്ടൊരു ന്യൂസ് പ്രചരിക്കുന്നു. ശരി, കൃഷ്ണനെ നമ്മൾ വെണ്ണയും പാലും കൊടുത്ത് വളർത്തിയ കൃഷ്ണൻ്റെ മുമ്പിൽ മന്തി വെക്കുന്നത് തെറ്റാണെന്ന് നമുക്കത് ഒരു ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആർക്കും അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട്. ഈ പറയുന്ന കൃഷ്ണൻ താഴ്ന്ന കുലത്തിൽ പിറന്ന ആളാണ്, യാദവ കുലത്തിൽ പിറന്ന ആളാണ്. അദ്ദേഹത്തിനെ പൂജിക്കുന്നത് ബ്രാഹ്മണന്മാരാണ്. അപ്പോൾ ഈ താഴ്ന്ന കുലത്തിൽ പിറന്ന കൃഷ്ണൻ മാംസാഹാരം കഴിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇതൊക്കെ ഒരു കഥയാണ്, നമ്മൾ പഠിച്ചിടത്തോളം അത് കഥയാണ്. അപ്പോൾ അത് അദ്ദേഹം മാംസാഹാരം കഴിച്ചിട്ടില്ലെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഒരു ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ ഈ കാറ്റഗറി ഉള്ളവരാരും മാംസാഹാരം കഴിച്ചതായിട്ട് നമുക്കറിയില്ല. പക്ഷേ ദൈവങ്ങൾ കഴിച്ച ഈ പറയുന്ന കൃഷ്ണൻ ജീവിച്ചിരുന്ന വ്യക്തിയാണ്, അതിന് തെളിവുണ്ട്. അദ്ദേഹം മാംസാഹാരം കഴിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അതോടൊപ്പം ഈ കിടന്ന് തള്ളുന്ന ആളുകൾ ഇവരെല്ലാവരും അമ്പലങ്ങളിൽ പോകുന്നവർ രാവിലെയും അല്ല ഉച്ചയ്ക്കും ഒക്കെ മാംസം കഴിച്ചിട്ട് വൈകുന്നേരം കുളിച്ചിട്ട് അമ്പലത്തിൽ പോകുന്നു. അത് ശരിയാണോ? ഈ പറയുന്ന മന്തിയും ചിക്കനും ബിരിയാണി എല്ലാം കഴിച്ചിട്ടാണ്, കാളയും പോത്തിനെയും മീനും എല്ലാം കഴിച്ചിട്ടാണ്. മൈ ഗോഡ്, ദിസ് മച്ച് ട്രാഫിക് ഈസ് ഇൻ ഹൈദരാബാദ്. സി, വി ആർ റിട്ടേൺ ഫ്രം ഹൈദരാബാദ്. ദ ട്രാഫിക് ഈസ് വെരി ഹൈ. റോഡ് ഈസ് ടോട്ടലി ബ്ലോക്കഡ്. വി ആർ സ്റ്റക്കഡ് ഹിയർ. സി ഹിയർ, ദാറ്റ് മച്ച് ബ്ലോക്ക്. This is not inside the city, outside only, outskirts only we came, but here totally struck. Today working day. Now time is around 9 o'clock. Okay. അപ്പോൾ ഇവരെല്ലാം മാംസാഹാരം കഴിച്ചിട്ട് കുളിക്കാതെ പോലും അമ്പലങ്ങളിൽ പോകുന്നത്, ഇത്ര കിടന്ന് കിരിപിരി തള്ളുന്നവർ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുന്ന ഉടനെ അവിടെ മൊത്തം കള്ള് കുടിച്ച് ആട്ടവും ഡാൻസുമാണ് നടത്തുന്നത്. അതിന് പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ ചില ദൈവങ്ങൾക്ക് മാംസാഹാരം ഇഷ്ടമുള്ള ദൈവങ്ങളുണ്ട്. ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ ആടിനെയും കോഴിയെയും നമ്മൾ എന്തെങ്കിലും ഒരു ഓഫർ ദൈവത്തിന് പറഞ്ഞാൽ ആടിനെയും കോഴിയെയും കൊണ്ടുപോയി അവിടെ ബലി ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്ത് അവിടെ തന്നെ കറിയും ചെയ്തും ഫ്രൈ ചെയ്തുണ്ടാക്കി ചോറും ഉണ്ടാക്കി കഴിച്ച് മദ്യവും കൊണ്ടുപോയി, അത് ചിക്കനും മട്ടനും ഒക്കെ ഉണ്ട്, എല്ലാം ചെയ്ത് മദ്യമായിട്ട് പോയിട്ട് അത് കഴിച്ച് ആണും പെണ്ണും എല്ലാവരും കഴിച്ചിട്ട് അവിടെ പൂജ ചെയ്ത് ഇത് കഴിച്ചതിന് ശേഷമാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെങ്ങും ആർക്കും അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ദൈവത്തിന് മുമ്പിൽ ചിക്കൻ വെച്ചു അല്ലെ മട്ടൺ വെച്ചു എന്നുള്ളത് തന്നെയല്ലേ. എന്ന് വെച്ചാൽ ശരി, ചില ദൈവങ്ങൾക്ക് വെക്കുന്നില്ല. ഞങ്ങളിവിടെ ദേവീക്ഷേത്രത്തിനാണ് കൂടുതൽ പോകുന്നത്. പിന്നെ ഈയിടെ റീസെൻ്റായിട്ട് ഞാൻ കണ്ട് ഹനുമാൻ ടെമ്പിളിലേക്കടെ ഒരു ഹനുമാൻ്റെ ടെമ്പിളിൽ ഇതുപോലെ ഉണ്ടെന്ന് പറയുന്നു, ഇങ്ങനെ ഒരു ആചാരം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത് നോർത്ത് ഇന്ത്യയിൽ അത് കുറവാണ്, സൗത്ത് ഇന്ത്യയിലാണ് ഇത് കൂടുതലുള്ളത് നോൺ വെജ് ഉപയോഗിക്കുന്നത്. ഇവിടെ തെലങ്കാനയിൽ മൊത്തം ഉണ്ട്. അമ്മവാരി എന്ന് വെച്ചാൽ ദേവീ ക്ഷേത്രങ്ങളിൽ കമ്പൾസറി, സരസ്വതി ദേവി, ലക്ഷ്മി ദേവി അവരുടെ ക്ഷേത്രങ്ങളിലില്ല. ദുർഗാമാത, ഇവിടെ കുറേ ലോക്കൽ ദൈവങ്ങളുണ്ട്. മല്ലമ്മ, എല്ലമ്മ, ഇങ്ങനെ കുറേ ദുർഗകളുടെ പല രൂപങ്ങളുണ്ട്. അവർ പല അവതാരങ്ങൾ, അവരുടെ അമ്പലങ്ങളിൽ പോയാണ് നമ്മളിങ്ങനെ ആടിനെയും കോഴിയൊക്കെ ഇപ്പോൾ നമ്മളൊരു പുതിയ വണ്ടി എടുക്കുവാണെങ്കിലോ പുതിയ വീട് വെച്ചിട്ടോ പിന്നെ വീട്ടിലെന്തെങ്കിലും ഫെസ്റ്റിവലോ എന്തെങ്കിലും സംഗതിച്ച് എന്താണേലും അത് നമ്മൾ ഇങ്ങനെ ഒരു പുതിയ കാര്യങ്ങൾ അത് ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും കൊണ്ടുപോയി ആടിനെ ഒന്നോ രണ്ടോ ആടിനെയും കോഴിയും പിന്നെ നമ്മൾ അരിയെല്ലാം പോയി അവിടെ തന്നെയാണ് ഇതെല്ലാം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് മദ്യം 10,000-10,000 രൂപയുടെ മദ്യവും മേടിച്ചുകൊണ്ട് പോയിട്ട് ബിയറും അതുപോലെ മറ്റുള്ള വൈൻ സാധനങ്ങളെല്ലാമായിട്ടാണ് പോകുന്നത്. പോയി ഇതെല്ലാം പൂജ എല്ലാം കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെങ്ങും അതൊരു വിഷയമല്ല. പക്ഷെ കേരളത്തിൽ അമ്പലത്തിൽ കൃഷ്ണൻ്റെ മുമ്പിൽ ഒരെണ്ണം വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നം, ലഹളകൾ, സാധാരണ ലഹളയെല്ലാം നടത്തുക. പക്ഷേ ഈ പറയുന്ന ആളുകൾ ചിന്തിക്കണം, ഇവർ അത്ര പവിത്രതയോട് കൂടിയാണ് ഇവരെല്ലാം ഈ അമ്പലങ്ങളിൽ പ്രവേശിക്കുന്നത്. അല്ലല്ലോ, ഇവരാരും അമ്പലങ്ങളിൽ പ്രവേശിക്കുന്ന പവിത്രതയോട് കൂടിയല്ല. ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ടിടത്തോളം ഒരമ്പലത്തിൽ ദൂരമുള്ള അമ്പലത്തിൽ പോകണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് പോയാലും അവിടെ ചെന്ന് അവിടെ കുളിക്കാനുള്ള ഫെസിലിറ്റി എല്ലാം ഉണ്ട്. അവിടെ കുളിച്ചതിന് ശേഷമേ നമ്മളകത്ത് കയറാനുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ അങ്ങനെ മൂത്രം പോകാൻ തോന്നിയാലോ
ലാട്രിൻ പോകാൻ തോന്നിയാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ കമ്പൾസറി കുളിക്കണം. കുളിച്ചിട്ടേ അമ്പലത്തിൽ കയറാൻ പാടുള്ളൂ. കേരളത്തിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. കേരളത്തിലൊക്കെ അവിടെ തന്നെ വാഷ്റൂമുണ്ട്, അതിനകത്ത് പോയി ടോയ്ലറ്റോ ചെയ്തിട്ട് അവിടെ തന്നെ പിന്നെ പോയി തൊഴുതിട്ട് വരും. അങ്ങനെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് വേണം ഒരു പ്രതിഷേധം ചെയ്യാനായിട്ട്. എല്ലാ തെറ്റ് കാര്യങ്ങൾ ചെയ്യുന്നുകൊണ്ട് എന്നിട്ട് അതായി പറയുന്നത്, കേരളത്തിലെന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത്, കാണിക്കാൻ പ്രഹസനത്തിന് വേണ്ടിയുള്ളൊരു കാര്യങ്ങളാണ് ഈ നടക്കുന്നത്. എല്ലാവരും ജസ്റ്റ് പ്രഹസനം, കുറച്ച് ഇത് ചാരിത്ര്യ സംരക്ഷകരായിട്ടുള്ള കുറേ ആളുകളുണ്ട്. തെറ്റുകൾ ഏറ്റവും കൂടുതൽ കാണിക്കുകയും ചെയ്യും. പിന്നെ അവർ ആളുകളുടെ എന്ത് വേണേലും അവർ ചെയ്യും, പക്ഷെ പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാലാണ് കുറ്റം. അവർ കുറേ സംരക്ഷകരായിട്ട് നടക്കുന്നു. കുറേ ഗേൾസിനെയും ബോയ്സിനെയും സംരക്ഷിക്കാനും ഇങ്ങനെ കുറേ എന്തുവാ പറയുന്ന ഇത് ആചാര സംരക്ഷകർ എന്നല്ല പറയുന്നത്. നമ്മുടെ നാട്ടിലെ കുറേ ചാരിത്ര്യ സംരക്ഷകരായിട്ടുള്ള കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ കാണിക്കുന്ന അങ്ങേ അറ്റത്തെ തൊലിഞ്ഞ കാര്യങ്ങളാണ് അവരൊക്കെ ചെയ്യുന്നത്. പക്ഷേ അത് നമ്മളാരും പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റോ. ചെയ്യുന്നതല്ല അങ്ങേറ്റം. പക്ഷെ വായും കൊണ്ടങ്ങ് പഞ്ചസാര ഒലിപ്പിച്ചു, അങ്ങ് തേനൊലിപ്പിച്ചുള്ള സംസാരം. അവരെ കൂട്ടുള്ള ന്യായാധിപന്മാരൊന്നുമില്ല. അവരെക്കുറിച്ചുള്ള ന്യായീകരണ തൊഴിലാളികൾ ആരുമില്ല. ന്യായീകരണ തൊഴിലാളികൾ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ. ചായയുണ്ട്, ടി വി സഭയിലുകൾ ഹിയർ. അങ്ങനെയുള്ള ആളുകളാണ് കേരളത്തിൽ കാണുന്നത്. ഏറ്റവും തെറ്റിൻ്റെ അങ്ങേ അറ്റത്തെ തോന്നിവാസങ്ങളാണ് കാണിക്കുന്നത്. എന്നിട്ടിങ്ങനെ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ പ്രഹസനം കാണിച്ച് നടക്കുന്ന ആളുകൾ ഞാൻ കുറേ ആളുകളെ കണ്ടിട്ടുണ്ട്. അത് വ്യക്തമായ തെളിവ്. ഈവൻ ഒരു വ്യക്തി ബൈബിളും പിടിച്ചുകൊണ്ട് രാവിലെയും വൈകിട്ടും പ്രാർത്ഥന, ഞായറാഴ്ച പള്ളിയിൽ പോക്ക്. അയ്യോ, പള്ളിയിൽ നിന്ന് ഇറങ്ങത്തില്ല. യേശു അദ്ദേഹത്തിൻ്റെ അടുത്ത ആളാണ്. യേശു അവരുടെയൊക്കെ അടുത്ത ആളുകളായിട്ടാണ്. പക്ഷെ വായിന്ന് വീഴുന്ന വാക്ക്, യേശുവൊക്കെ പഠിപ്പിച്ച കാര്യങ്ങൾ, യേശുദേവൻ പഠിപ്പിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതൊന്നും അവർ പ്രാവർത്തികമാക്കത്തില്ല. അവരുടെ വായിന്ന് വീഴുന്ന വാക്കുകളും അവരുടെ പ്രവൃത്തിയൊക്കെ, ഇവനൊക്കെ ചത്തു കഴിഞ്ഞാൽ നരകത്തിൽ പോലും സ്ഥാനമില്ല. അതിലും കൂടുതൽ നരകത്തിനേക്കാളും വൃത്തികെട്ട ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അവിടെ പോലും അവർക്ക് സ്ഥാനം കിട്ടത്തില്ല. അത്രയ്ക്കുള്ള വാക്കുകളാണ് അവരുടെ വായിൽ നിന്നൊക്കെ വരുന്നത്. എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ വലിയ പുണ്യവാന്മാർ ചതിയും ക്ഷമയും. നീയൊക്കെ ഒരു മനുഷ്യനെ ഹെൽപ്പ് ചെയ്യടാ, അല്ല ഹെൽപ്പ് ചെയ്യണ്ട, ദ്രോഹം ചെയ്യാതിരിയടാ. നീയൊക്കെ ചെയ്യുന്നത് മൊത്തം അങ്ങേ അറ്റത്തെ ദ്രോഹം ചെയ്തിട്ട് നീയൊക്കെ പ്രാർത്ഥന പുണ്യപുസ്തകം കൊണ്ടും രാമായണം ബൈബിളും ഒക്കെ ആയിട്ട് ഇറങ്ങും. എന്തിനിങ്ങനെ ഇറങ്ങുന്നു? ഫസ്റ്റ് നമുക്ക് തന്നെ നമ്മുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടായിരിക്കണം. ഒരു സെൽഫ് റെസ്പെക്റ്റ് വേണം നമുക്ക് സ്വയമേ. ആ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ നീയൊക്കെ എന്തോ കാണിച്ചിട്ട് ആരെ കാണിക്കാനാടാ? ഈ മേളിൽ ഇരിക്കുന്ന ദൈവങ്ങളൊക്കെ കാണുന്നുണ്ട്. നീയൊക്കെ കാണിച്ച പ്രവർത്തിക്കും നിൻ്റെയൊക്കെ വായിന്ന് വന്ന പ്രവർത്തിക്കൊക്കെ ദൈവമൊക്കെ നിന്നെ ഇട്ട് പൂട്ടുവടാ. നീയൊക്കെ ചെയ്ത പ്രവർത്തിക്കൊക്കെ നീയൊക്കെ അനുഭവിക്കാതെ പോകത്തില്ല, നിൻ്റെയൊക്കെ വായിന്ന് വന്ന വാക്കുകൾക്കൊക്കെ. അപ്പോൾ അതൊക്കെ നീയൊക്കെ ഏത് ദൈവത്തിൻ്റെയൊക്കെ ഏത് പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ചെയ്ത പാപത്തിന് പ്രതിക്രിയ ആകുമോ? നീയൊക്കെ ചെയ്ത പാവങ്ങൾ സാധാരണ പാവങ്ങളല്ലടാ നീയൊക്കെ ചെയ്തത്. അതിൻ്റെ ഒക്കെ നീയൊക്കെ അനുഭവിച്ച് തീരുവടാ. അനുഭവിച്ച് തീർന്നു പോകത്തുള്ളൂ. അത് ഞാൻ പറയാം, കേരളത്തിലൊരു പൊതു സ്വഭാവമാണിത്. എന്തുവാണ് നമ്മുടെ മര്യാദരാമന്മാർ ചമഞ്ഞിട്ട് തോന്നിവാസങ്ങളെല്ലാം കാണിക്കുന്നത്. അപ്പം ഇത്ര തൽക്കാലം ഞാനിത് നിർത്തുന്നു. നന്ദി, നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്.